ഒരു സങ്കടകരമായ വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് കോഴിക്കോട് നിന്ന് കക്കാടംപൊയിലിൽ നിന്ന് വരികയാണ്. അവിടെ ഒരു റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി ഒരു കുഞ്ഞ് മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് എത്തുന്നത്. മലപ്പുറം കുട്ടിലങ്ങാടി പഴമള്ളൂർ അഷ്മിൽ എന്ന കുട്ടിയാണ് മരണപ്പെട്ടത്. അപകടം നടന്ന ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയുന്നത്. മേഘ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് ആ കുഞ്ഞിന് സംഭവിച്ചത് എന്ന്, എങ്ങനെയാണ് ഈ അപകടം നടന്നതെന്ന്. മേഘ, ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? മനു, ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. മലപ്പുറത്ത് നിന്ന് ഈ കക്കാടംപൊയിലെ ഏതൻസ് ഗാർഡൻ എന്ന റിസോർട്ടിലേക്ക് വിനോദയാത്രയ്ക്ക് എത്തിയ കുടുംബമാണ് അതിലെ കുട്ടിയാണ് അപകടത്തിൽ പെട്ടത്. മലപ്പുറം കൂട്ടിലങ്ങാടി പഴമള്ളൂർ സ്വദേശി അഷ്മലാണ് മരിച്ചത്. അതായത് സംഭവം നടന്നത് വൈകിട്ടോടു കൂടിയാണ്. ഇവർ കുടുംബത്തോടെ ഈ റിസോർട്ടിൽ എത്തുകയായിരുന്നു. അതിന് പിന്നാലെ നിസ്കരിക്കാൻ വേണ്ടി കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും പോയപ്പോൾ ഈ 7 വയസ്സുകാരനായ അഷ്മിൽ ഈ പൂളിലേക്ക് വരികയായിരുന്നു. അങ്ങനെ കാൽ വഴുതി വീണതാകാം എന്നതാണ് സംശയിക്കുന്നത്. ബന്ധുക്കളൊന്നും ആ സമയത്ത് സംഭവം അറിഞ്ഞിരുന്നെങ്കിൽ ഉടൻ തന്നെ 7 വയസ്സുകാരനെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് ബന്ധുക്കൾ എത്തിയപ്പോഴാണ് കുട്ടി പൂളിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ വെക്കേഷൻ കാലമാണ്. പല ഇടങ്ങളിലായി ആളുകൾ കുടുംബത്തോടെ കുട്ടികളെയൊക്കെ തന്നെയും ചേർത്ത് യാത്ര പോകുന്ന സമയമാണ്. തീർത്തും ഒരു ദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഏകദേശം 5 ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം നടത്തി വരുന്നുണ്ട്. ദുരൂഹത ഒന്നും തന്നെയില്ല. ഈ കുടുംബം ഈ കുട്ടിയുമായി അവിടെ നിന്ന് ഏറെ നേരം കളിച്ചിരുന്നു. അതിനു പിന്നാലെ കുടുംബം നിസ്കരിക്കാൻ പോയപ്പോൾ ഈ കുട്ടി തന്നെ അവിടേക്ക് വന്ന് കാൽ വഴുതി വീഴുകയായിരുന്നു, പൂളിൽ വീഴുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ഉൾപ്പെടെ ഉള്ള റിസോർട്ടാണ്. പക്ഷേ ഈ പൂളിന് സമീപത്തേക്ക് വരുമ്പോൾ അവരവർ ഓരോ ആളുകളുടെ സംരക്ഷിക്കുക, കുട്ടികളുടെ സംരക്ഷണം എത്തുന്ന ആളുകൾ തന്നെ ഏറ്റെടുക്കുക എന്നതാണ് റിസോർട്ട് ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും അവിടെ വിനോദസഞ്ചാരത്തിന് എത്തുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് നൽകിയിരുന്നു എന്ന കാര്യം കൂടി ഇവർ തന്നെ പറയുന്നുണ്ട്. ഏതായാലും തീർത്തും ദാരുണമായ ഒരു അപകടമാണ് കക്കാടംപൊയിലെ ഏതൻസ് ഗാർഡൻ റിസോർട്ടിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് രാവിലെ മേഘ പങ്കുവച്ചത്. ഏതായാലും ഇത് അവധിക്കാലമാണ്. നമ്മളൊക്കെ പലയിടങ്ങളിലൊക്കെ യാത്ര പോവുകയും ഈ പറയുന്നത് പോലെ ഉല്ലാസ സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. സൂക്ഷിക്കണം. കുഞ്ഞുങ്ങളെയൊക്കെ ഏറ്റവും ശ്രദ്ധയോടെ തന്നെ കൊണ്ടു നടക്കണം. നോക്കൂ, ആ കുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞത് എത്ര ദുഃഖമാണ്. എത്ര വലിയ സങ്കടത്തിലായിരിക്കും ആ കുടുംബം ഉണ്ടാവുക. നമുക്ക് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. അതല്ലാതെ നമുക്ക് മറ്റൊന്നും ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയില്ല. ഒരു നിമിഷത്തെ അശ്രദ്ധയായിരിക്കാം, ഒരു പക്ഷേ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. ആ കുഞ്ഞിൻ്റെ ജീവനാണ് അവിടെ പൊലിഞ്ഞു പോയത്. ഏതായാലും എല്ലാവരും ഏറ്റവും ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ.